ഇത് ശരിയാകുന്നില്ലല്ലോ. ബോക്സർ ചേട്ടാ, ആരാത്? ഞാൻ ഓൺലൈനിൽ ടീഷർട്ട് ബുക്ക് ചെയ്യാൻ നോക്കുക, പക്ഷെ നടക്കുന്നില്ല. നിനക്ക് എന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഓൺലൈൻ ബുക്കിംഗ് ചെയ്തു തരാമോ? ഇത്രയും വലുതായിട്ടും നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ അറിയില്ലെന്നോ? എന്ത്? എന്നാ പിടിച്ചോ. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ബോക്സറേട്ടാ, ഞാനൊന്ന് നോക്കട്ടെ. ബോക്സറേട്ടാ, നിങ്ങളുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തേക്ക്. താങ്ക് യു പത്ലു, നീ ഒരു മിടുക്കൻ തന്നെയാടാ. സോറി ബോക്സർ ചേട്ടാ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ കളിയാക്കി പറയില്ല. ഓഹോ, ഓൺലൈൻ ഷോപ്പിംഗ് ആണല്ലേ പരിപാടി. എന്നാൽ അതൊന്ന് കാണണല്ലോ. ഓൺലൈൻ എക്സ്ക്യൂസ് മീ, പറയൂ, എന്താ കാര്യം? ഇതെന്താ ബോക്സറിന്റെ വീടാണോ? അതെ അതെ, ഞാൻ തന്നെയാ ബോക്സറെ. ഇന്നാ അപ്പൊ താങ്കൾക്കൊരു പാഴ്സൽ ഉണ്ട്. തരൂ, എവിടെയാ സൈൻ ചെയ്യേണ്ടത്? ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നാ പിടിച്ചോളൂ താങ്കളുടെ പാഴ്സൽ. താങ്ക് യു. ബോക്സറിന്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോഴേ പുള്ളി വീട്ടിലില്ലായിരുന്നു. നിങ്ങൾക്കിത് അയാൾക്കൊന്ന് കൊടുക്കാൻ പറ്റുമോ പ്ലീസ്? എന്തുകൊണ്ട് പറ്റില്ല? ഇന്ന് പിടിച്ചോ. ബോക്സർ ചേട്ടാ, ബോക്സർ ചേട്ടാ, എന്താ? ബോക്സർ ചേട്ടാ, നിങ്ങളുടെ പാർസൽ ഇതേ വന്നിട്ടുണ്ട്. ഓ, എന്റെ ടീഷർട്ട് വന്നോ? ഓ, അത് കൊള്ളാമല്ലോ. ടീഷർട്ട് വാങ്ങിച്ചോളൂ, നിങ്ങളുടെ ടീഷർട്ട്. അതെ ബോക്സർ ചേട്ടാ, നിങ്ങൾ വീട്ടിലില്ലാത്തത് കൊണ്ട് അവർ ഞങ്ങളുടെ തന്നിട്ട് പോയതാണ്. ഇതെന്താ? എന്റെ സൈസ് ശരിക്കല്ലേ കൊടുത്തിരുന്നത്? അതെ ബോക്സറേട്ടാ, സൈസ് ശരിക്കും തന്നെ കൊടുത്തത്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. പക്ഷെ ഈ സൈസ് എനിക്ക് ഒട്ടും തന്നെ ഫിറ്റ് ആവുന്നില്ലല്ലോ. എനിക്ക് എന്റെ പൈസ ഉടനെ തിരിച്ചെത്തിക്കണം. പൈസ പേ ചെയ്ത് കഴിഞ്ഞില്ലേ? ഈ ടീഷർട്ട് തിരിച്ചെടുക്കില്ല ഒരിക്കലും. നമ്മള് ടീഷർട്ട് വാങ്ങിയതിനാ നിങ്ങൾ പൈസ പേ ചെയ്തത്. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ പൈസ ഉടനെ വേണം. മോട്ടു, ഈ ടീഷർട്ട് തിരിച്ചയച്ചാൽ എന്തായാലും ബോക്സറേട്ടിന്റെ പൈസ കിട്ടാൻ പോകുന്നില്ല. ഈ ടീഷർട്ട് നമുക്ക് വേറെ ആർക്കെങ്കിലും വിറ്റാൽ എന്താ? അല്ല, ഇതെന്താ? ഒരു ഷർട്ട് എങ്ങനെ ഇത്രയും മുകളിൽ പറന്നു വരുന്നേ? ടീഷർട്ട് വാങ്ങിക്കുന്നോ? എത്ര നല്ല ടീഷർട്ടാണ് നോക്കിയേ. ഇതിന്റെ കളർ എത്ര മനോഹരാന്ന് കണ്ടില്ലേ? ഇതിന്റെ സിബ് കണ്ടില്ലേ? എന്ത് ഭംഗിയുണ്ടെന്ന്. ഒന്ന് മുന്നിൽ നിന്ന് മാറുന്നുണ്ടോ? വെറുതെ മനുഷ്യനെ ശല്യപ്പെടുത്തല്ലേ? എന്താണോ ഇങ്ങനെ കാറ്റത്ത് പറന്ന് കിടന്നാണോ വിൽക്കണ ടീഷർട്ട്? ഹലോ, ഒന്ന് മാറണോ അവിടുന്ന്? ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ പിടിച്ചോ. ആദ്യം തന്നെ ഇതെന്നോട് പറ, എന്റെ ടീഷർട്ടിന് എന്ത് പറ്റി? ബോക്സർ ചേട്ടാ, ഇത് കണ്ടില്ലേ? ടീഷർട്ട് നിങ്ങളുടെ സൈസിൽ തന്നെ കിട്ടി. ഇട്ട് നോക്കിക്കേ. ഇത് എന്റെ ടീഷർട്ടാണോ? ഇത് എന്റെ ടീഷർട്ടാണോ? നബടി പത്തു, ഈ ടീഷർട്ട് നമുക്കൊന്ന് ഉണക്കിയാലോ? നമ്മളെ ഒരാൾക്കും വീഴ്ത്താനാവില്ല. പത്തു, ഈ ടീഷർട്ട് ഒരിക്കലും ബോക്സർ ചേട്ടൻ ഇടാൻ പറ്റൂല കേട്ടോ. ദേ നോക്ക്, ഒരു കുട്ടി അമ്മയോടൊപ്പം വരുന്നുണ്ട്. വാ, നമുക്ക് അവർക്ക് വിൽക്കാം.
മോനെ മോനെ നിക്കൂ. കണ്ടില്ലേ ഈ ടീഷർട്ട് നിനക്ക് എന്ത് ഭംഗിയുണ്ടെന്ന്. ദേ കണ്ടില്ലേ ഈ ടീഷർട്ട് നിങ്ങളുടെ മോന് എന്ത് രസമുണ്ടെന്ന്. നിങ്ങളുടെ മോനെ കാണാൻ ഇപ്പൊ നല്ല സ്മാർട്ട് ആയിട്ടില്ലേ? അല്ല സൂപ്പർ ഹീറോനെ പോലെ ഉണ്ടല്ലോ, സൂപ്പർ ഹീറോനെ പോലെ. അല്ല നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? വാങ്ങിക്കോളൂ പ്ലീസ്. കഥയൊന്നും പറയണ്ട. താങ്ക് യു. വാങ്ങിക്കോളൂന്നേ. വാങ്ങിക്കൂന്നേ വാങ്ങിക്കൂന്നേ. കണ്ടില്ലേ എന്ത് രസമുണ്ടെന്ന്. എന്താ നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാകില്ല? അഖിലു, ഇപ്പൊ ഈ ടീഷർട്ട് വലുതായിട്ടുണ്ട്. വരൂ നമുക്ക് എന്തുകൊണ്ട് ഈ ടീഷർട്ട് ചിങ്കം സാറിന് വിറ്റുകൂടാ? ചിങ്കം സാറേ, ദേ കണ്ടില്ലേ ടീഷർട്ട്? ഞങ്ങള് ബോക്സറേട്ടിന് വേണ്ടി വാങ്ങിച്ചതാ. പക്ഷെ അദ്ദേഹത്തിന് ഇത് വളരെ ചെറുതാ. നിങ്ങളുടെ സ്ലിം ഡ്രിമായ ബോഡിയില് ഇതെന്തായാലും ഫിറ്റ് ആകും. നിങ്ങളെ കാണാൻ നല്ല സ്മാർട്ടും ആയിരിക്കും. അതെ ചിങ്കം സാറേ, വെരി സ്മാർട്ട്. പക്ഷേ ഇതിന് 2000 രൂപയാണ്. ഞാൻ പത്ലുവിനോട് പറയുമായിരുന്നു ഇത്രയും വില കൂടിയ ടീഷർട്ട് ചിങ്കം സാർ എവിടുന്ന് മേടിക്കാനാണ്? എന്തുകൊണ്ട് എനിക്ക് വാങ്ങിച്ചോടാ? കൊണ്ടാ പത്ലു, ഞാനിത് വാങ്ങിച്ചോളാം. കളർ നന്നായിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഞാൻ പിടിച്ചോ 2000 റുപ്പീസ്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇന്ന് ബോക്സർ ചേട്ടാ നിങ്ങളുടെ പൈസ. താങ്ക് യു മോട്ടു പത്ലു. ചിങ്കം സൂപ്പർ സ്റ്റാർ. ഹായ്. ബൈക്ക് ഓടിക്കുന്ന കാണാൻ തന്നെ എന്തൊരു സ്റ്റൈലാണ്. അല്ലെങ്കിലും സ്റ്റൈലിൽ എന്നെ വെല്ലാൻ ഇവിടെ ആരുണ്ട്? ദാറ്റ് ഈസ് ഹീറോ ചിങ്കം, ദ സൂപ്പർ സ്റ്റാർ. Hey, Motu Patlu, how am I looking? Come on, പറയൂ. കൊള്ളാം ചിങ്കം സാറേ, നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഏതാണ്ട് ബ്ലൗസ് ഇട്ട പോലെയുണ്ട്. പൊളിച്ചല്ലോ. എന്ത് ഗ്ലൗസോ? മോട്ടു പത്ലു, നിങ്ങൾ എന്ത് ടീഷർട്ട് എനിക്ക് തന്നിരിക്കുന്നത്? ഇന്ന് നിങ്ങളെ കൺഫേം ആയിട്ട് ഞാൻ വെറുതെ വിടില്ല. പോയി ടീഷർട്ട്. ഷർട്ട് വേണോ? ഷർട്ട്. അല്ല ഇതാരാ? ഇവന്മാരിവിടെ ഉള്ളവരല്ലല്ലോ. ഇവന്മാർ ഇവിടെ നിന്ന് ഓടിക്കോ? അല്ല നിങ്ങൾ ഇവിടെ നിന്ന് ഓടുവോ? നിങ്ങൾ ആരാന്ന് പറ. നിങ്ങൾ ഇവിടെ വന്നേ ഫാദർന്ന് പറയണോ? നിന്നെ വിളിച്ചോ? അല്ല ഇനി എന്താ ചെയ്യാ? പുലിവാല് പിടിച്ച കഥയായി പോയല്ലോ. പത്ലു കമ്പനിയിലേക്ക് ഫോൺ ചെയ്യ്. ഹലോ ഗെയിമേഴ്സ് ഓൺ ഏജൻസീസ്. അല്ല നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ടീഷർട്ടാ തന്നത്? കഴുകുമ്പോ ചുരുങ്ങി പോകുന്നുണ്ട്, കാറ്റത്ത് പറന്നു പോകുന്നുണ്ട്. ഓക്കെ സാർ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, കമ്പനി ഓഫീസിലേക്ക് വരൂ. ഒരു പൊക്കമുള്ള ആൾ അവിടെ ഉണ്ടാവും. അയാളുടെ പേര് ലംബു സിംഗ് എന്നാണ്. അയാളാണ് നിങ്ങൾക്ക് ഡെലിവറി തന്നത്. അയാളോട് സംസാരിക്കുക, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവും. ഇത് നീളമുള്ള ആളൊന്നല്ല ഡെലിവറി ചെയ്ത്, ഒരു ചെറിയ തടിച്ച ഉരുണ്ട താടിക്കാരനെ ഡെലിവറി ചെയ്ത്. കുള്ളനായ മനുഷ്യനോ? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വ്യാജന്മാരായിരിക്കും വന്നത്. കാരണം ഞങ്ങളുടെ അടുത്ത് ഡെലിവറി ലംബു സിംഗ് മാത്രമേ ചെയ്യാറുള്ളൂ. പിടികിട്ടി, ജോൺ. മോട്ടു അയാള് ജോൺ തന്നെയാ. അവൻ നമ്മളെ വിഡ്ഢിയാക്കിയതാ. എടാ ജോണേ. ഒരു 12 പടിയല്ലേ കൊടുത്തത്? അനുഭവിക്കുന്നുണ്ടാവും. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ കാര്യമൊക്കെ വിട്. എന്നിട്ട് ഓൺലൈൻ മേടിച്ച് ഈ ടീഷർട്ട് നോക്ക്. എക്സ്ക്യൂസ് മീ, സോറി ടു സേ, ഞങ്ങൾ അങ്ങനെ ഒരു ടീഷർട്ട് ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ആവശ്യപ്പെട്ടില്ലെന്നോ? അത് ശരി. അപ്പൊ ഈ ടീഷർട്ട് ആരുടെയാണ്? നടക്ക്, അകത്തേക്ക് നടക്ക്. എനിക്കൊരു കയ്യവന്ന് പറ്റിപ്പോയതാ. ഇനി മേലാൽ ആവർത്തിക്കില്ല, സത്യം. വരൂ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാമല്ലോ. തെറ്റുകളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന്.
ഞങ്ങൾ കയ്യബദ്ധം പറ്റി പോയതാണെന്ന് പറഞ്ഞില്ല. പദ്രു ചിങ്കം സാറിന്റെ ഒന്ന് വിവരം അറിയിക്കുക. പദ്രു പ്ലീസ് ചിങ്കം സാറേ ഒന്ന് വേഗം വരണേ. ആരെങ്കിലും എന്നെ ഒന്ന് വന്ന് രക്ഷിക്കണേ. എന്റെ അമ്മോ ഫോൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ആരും എന്നെ രക്ഷിക്കാൻ വന്നില്ല. ഇനി ആരായിരിക്കും വരിക? അങ്ങനെയാണോ കാര്യം? ആരും സഹായിച്ചില്ലെങ്കിൽ ഞാൻ സഹായിക്കാമല്ലോ. വേണ്ട, എന്റെ കണ്ണിൽ കൂടെ പൊന്നേച്ച് മാറുന്നേ. വേണ്ട, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. Watch India's largest kids library only on Jio Hotstar. Download the app now.